2026 തുടക്കം മുതൽ നമ്മൾ കൂടുതലായി കേൾക്കുന്നത് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഇപ്പോൾ ഈ നിമിഷം വരെ നമ്മളിൽ പല ആളുകളും അത് ഫോളോ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിൽ പല ആളുകൾക്കും ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട്. പ്രവാസികൾ കാര്യമായിട്ട് തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വരാൻ പോകുന്ന ഒരു സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചിട്ട്, ഒരു പ്രതിസന്ധിയെക്കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. ചില സമയത്ത് തമാശ രൂപേണ സർക്കാസ്റ്റിക്കിലേക്ക് നമ്മൾ മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് പ്രോഗ്രാമിലെ അനലിസ്റ്റുകൾ അനലൈസ് ചെയ്യുന്നതിനെയൊക്കെ കളിയാക്കാറുണ്ട്. എന്നാൽ അവരിൽ ചില ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ മുഖവിലേക്ക് എടുക്കേണ്ടത് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അവരെ എതിർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യവുമായിട്ട് നമുക്ക് വലിയ വിയോജിപ്പുകൾ ഉള്ളതുകൊണ്ടാണ്. പലപ്പോഴും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം പറയാതെ തന്നെ നമുക്കറിയാവുന്നതാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്, അത് ഇറാൻ്റെ രാഷ്ട്രീയ ലക്ഷ്യവുമായിട്ട് എത്രത്തോളം സമാനമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം. അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കടന്നു പോവേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളുമായിട്ടിരിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനാലിസിസുകൾ നടത്തുന്ന സമയത്ത് അവർ ഏതൊരു പക്ഷത്ത് നിന്ന് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ധാരണ ഉള്ളതുകൊണ്ടാണ് നമ്മളതിനെ വിമർശിക്കുന്നത്. എന്നാലും അവർ പൊതുവായിട്ട് ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്ന ആ ഒരു ധർമ്മമൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവരുടെ ചില വിശകലനങ്ങളെ, അതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളെ കൂടെ നമ്മളൊന്ന് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പാടെ അടച്ച് പാടെ അങ്ങോട്ട് ഒഴിവാക്കി വിടാതെ അവർ പറയുന്നതിലെ ചില കാര്യങ്ങൾ, ഇവിടെയുള്ള പല മാധ്യമങ്ങളും അനലൈസ് ചെയ്യാത്ത ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഇറാനുമായിട്ടുള്ള അമേരിക്കയുടെ ഒരു യുദ്ധം, അത് അമേരിക്കയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കുമോ? ഒറ്റ വാക്യത്തിൽ നമുക്ക് പറയാൻ പറ്റും, നഷ്ടങ്ങൾ ഉണ്ടാക്കും, വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. അമേരിക്കയ്ക്ക് നഷ്ടം ഉണ്ടാകുന്ന സമയത്ത് ലോകത്തുള്ള പല രാജ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നുപോകും. ഇന്ത്യ അടക്കം, ഈ നമ്മളടക്കം അതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പേർഷ്യൻ ഗൾഫ് മണ്ണിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മുറുകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ മുന്നേക്ക് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും കരുതിക്കൊണ്ടിരുന്ന എന്താണ്, ഇത് പതിവ് മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങളിൽ ഒന്നും മാത്രമാണെന്നാണ്. മറ്റൊരു ആക്രമണം, അതേപോലെ തന്നെ മറ്റൊരു ഡ്രോൺ പ്രഹരം, അല്ലെങ്കിൽ മറ്റൊരു തിരിച്ചടി എന്നുള്ള രീതിയിൽ ഇതിനെ സാധാരണമായ ഒന്ന് എന്ന് നമ്മൾ നോക്കിക്കണ്ടിരുന്നു. പതിറ്റാണ്ടുകളായി ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും യമനിലും ഒക്കെ നടന്ന യുദ്ധങ്ങൾ ശരാശരി ലോകപൗരന് ഒരു വിദൂര വാർത്ത മാത്രമായിരുന്നു. സാമ്പത്തിക രംഗം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് വിപണികൾ 1-2 ദിവസം താഴേക്ക് പോകും, വീണ്ടും പഴയ പടിയാകും. എന്നാൽ ഈ യുദ്ധം, ഇപ്പോൾ നടക്കുന്ന യുദ്ധം വ്യത്യസ്തമാണ്. ഇത് വലിപ്പത്തിൻ്റെ കാര്യത്തിലല്ല, മറിച്ച് ഈ യുദ്ധത്തിൻ്റെ കണക്കുകൾ എന്ന് പറയുന്നത് ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ തോണ്ടുന്നു എന്നതിലാണ്. ഈ കണക്കുകളുടെ ഭയാനകമായിട്ടുള്ള യാഥാർത്ഥ്യം, ആ ഒരു യാഥാർത്ഥ്യത്തെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാനിതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഇത് നമ്മളെയും ബാധിക്കുമെന്ന് പറഞ്ഞതും ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സൂചനകൾ ഇട്ടതും. $50,000 ഡ്രോൺ വേഴ്സസ് $20 ലക്ഷം മിസൈൽ. ഈ ദിവസങ്ങളിലൊക്കെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിങ്ങളിൽ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളിൽ പല ആളുകൾക്കും ഒരു ഐഡിയ ഉള്ളത്. ഇത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട് ഈ യുദ്ധം. ഇറാൻ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ഷാഹിദ് 136 ഡ്രോണുകൾ, റഷ്യ ഉക്രൈനെതിരെയും ഈ ഒരു ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചിട്ടുള്ള പുതിയ സൈനിക റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഞെട്ടിക്കുന്ന ഒരു സത്യം തെളിയുകയാണ്. ഈ ഡ്രോണുകൾ വളരെ സിമ്പിളാണ്. ആധുനിക നിലവാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പരിതാപകരമായിട്ടുള്ള ഡ്രോണുകളാണ് ഇറാൻ്റെ ഈ ഷാഹിദ് 136 ഡ്രോണുകൾ. വേഗത വളരെ കുറവാണ്, വലിയ ശബ്ദം ഉണ്ടാക്കും, വില കുറഞ്ഞ പാർട്സ് ആണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ വില വെറും $20,000 മുതൽ $50,000 വരെ മാത്രമാണ്. ഈ $20,000 മുതൽ $50,000 എന്നൊക്കെ പറയുന്നത് ചെറിയൊരു സംഖ്യ ആവുന്നത് നിലവിൽ ഈ പടക്കളങ്ങളിൽ ഉപയോഗിക്കുന്ന പടക്കോപ്പുകളുടെ വിലകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്താണ്. ഈ $20,000 മുതൽ $50,000 എന്നൊക്കെ നമ്മൾ പുറമേ നിന്ന് നോക്കി പറയുന്നതാണ്. ആക്ച്വലി ഇതിൻ്റെ കോസ്റ്റ് അതിലും പകുതിയാണ്, 20,000-നും പകുതിയാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ അൺഒഫീഷ്യലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഇത്തിരി കുഞ്ഞൻ ഡൂക്കിൽ ഡ്രോണുകളെ തടയാനായിട്ട് അമേരിക്ക ഉപയോഗിക്കുന്നത് $10 ലക്ഷം മുതൽ $20 ലക്ഷം വരെ വിലയുള്ള അത്യാധുനിക മിസൈലുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് വെറും ഒരു പോരാട്ടമല്ല, കണക്കുകൾ കൊണ്ട് നടത്തുന്ന സാമ്പത്തിക യുദ്ധമാണ്. ഈ കണക്കിൻ്റെ കാര്യം എടുത്ത് നോക്കുന്ന സമയത്ത് ഈ കണക്കിൽ വിജയം ഇറാൻ്റെ പക്ഷത്താണ്. സാധാരണയായിട്ട് നമ്മൾ കാണുന്ന യുദ്ധങ്ങളിൽ സൈന്യത്തെയാണ് ശത്രു രാജ്യം ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ ഇറാൻ്റെ തന്ത്രം മറ്റൊന്നാണ്. ഹോളിവുഡ് സിനിമകളിലെ പോലെ അമേരിക്കൻ നേവിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം തന്ത്രപ്രധാനമായിട്ടുള്ള താവളങ്ങളെ തകർക്കാനായിട്ടാണ് അവർ കഴിഞ്ഞ 20 വർഷമായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം ഈ പട്ടാള ടാങ്കറുകളല്ല, അല്ലെങ്കിൽ ടാങ്കുകളല്ല, മറിച്ച് അമേരിക്കൻ സൈനിക സംവിധാനത്തിൻ്റെ നട്ടലായിട്ടുള്ള ചില ഘടകങ്ങളാണ്. അതായത് റഡാർ സംവിധാനങ്ങൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, ഓയിൽ ടെർമിനലുകൾ, ശുദ്ധജല പ്ലാന്റുകൾ, ഡാറ്റാ സെൻറ്ററുകളുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഇന്ധന സംഭരണശാലകൾ. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ പ്രസിഡൻസ് ഒരു കുറ്റൻ ചിലന്തി വല പോലെയാണ്. അതിനൊരു ചിലന്തി വലയായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ആ ചിലന്തിയെ ഒന്നിച്ച് കൊല്ലാനായിട്ടല്ല ഇറാൻ നോക്കുന്നത്, മറിച്ച് വലയുടെ ഓരോ നൂലുകൾ ഇങ്ങനെ മുറിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്, വളരെ പതുക്കെ ക്ഷമയോടെ. അപ്പോൾ ഓരോ ഭാഗങ്ങളിലെ ഓരോ സപ്പോർട്ടുകൾ ഇങ്ങനെ അറ്ററ്റ് വീഴും. ഈ ഒരു വലയുടെ സംരക്ഷണത്തിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്ക്
കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട ഒരു റീൽ എനിക്ക് അയച്ചു തരികയുണ്ടായി. പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള പീറ്റർ സെയിന്റ് ഓഞ്ച് ഒരു സുപ്രധാന നിരീക്ഷണം മുന്നോട്ടേക്ക് വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു റീല്. അമേരിക്കയിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള സ്വതന്ത്ര വാർത്താ പരിപാടിയായിട്ടുള്ള ബ്രേക്കിംഗ് പോയിന്റ്സിലാണ് അദ്ദേഹം ഈ വിവാദപരമായിട്ടുള്ള ചില പ്രവചനങ്ങളൊക്കെ നടത്തിയത്. പ്രഡിക്ഷൻസ് എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കിത് കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ യുദ്ധം അമേരിക്കയെ സൈനികമായിട്ട് തകർക്കില്ലായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അമേരിക്കൻ കരുത്തിന്റെ ഉറവിടമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയെ ഇത് തകർക്കും. ഇതിനെ മനസ്സിലാക്കാനായിട്ട് പെട്രോ ഡോളർ സംവിധാനം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. നിങ്ങളിൽ പല ആളുകൾക്കും അറിയാം, 1970-കൾ മുതൽ ലോകത്തെ എണ്ണ വ്യാപാരം നടക്കുന്നത് പ്രധാനമായിട്ടും അമേരിക്കൻ ഡോളറിലാണ്. ഇതിങ്ങനെ ഒരു വലിയ സൈക്കിൾ പോലെയാണ്. ഗൾഫ് രാജ്യങ്ങൾ എണ്ണ വിൽക്കുന്നു, അവർക്ക് വൻതോതിൽ ഡോളർ ലഭിക്കുന്നു. ആ ഡോളർ അവർ അമേരിക്കൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നു. ഈ പണം അവിടെ നിന്ന് ട്രഷറി ബോണ്ടുകളിലേക്കും സിലിക്കൺ വാലിയിലെ സ്റ്റാർട്ടപ്പുകളിലേക്കും വാൾസ്ട്രീറ്റിലെ ടെക്നോളജി കമ്പനികളിലേക്കും ഒക്കെ ഒഴുകുകയാണ്. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിലെ എണ്ണപ്പണമാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഒരു ഇന്ധനം എന്ന് പറയുന്നത്. അത് നമ്മളിൽ പല ആളുകൾക്കും പരിചിതമില്ലാത്ത, നമ്മൾ ചിന്തിക്കാത്ത ഒരു ഏരിയയാണ്. അതുകൂടാതെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു പ്രതീക്ഷയായിട്ടുള്ള AI, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ പുതിയ ഒരു നെടുന്തൂണാണ് AI നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കോടിക്കണക്കിന് ഡോളറാണ് AI കമ്പനികളിലേക്ക് ഒഴുകുന്നത്. അമേരിക്കൻ വിപണിയുടെ കുതിപ്പിന് പിന്നിൽ ഈ ഒരു AI തരംഗമൊക്കെയാണ്. എന്നാൽ സെന്റ് ഓഞ്ച് പറയുന്നത് ഇതാണ്: ഈ നിക്ഷേപങ്ങളിൽ വലിയൊരു ഭാഗം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. ഗൾഫ് മേഖല അസ്ഥിരമായാൽ അല്ലെങ്കിൽ എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ടാൽ ഈ പണമൊഴുക്ക് പെട്ടെന്ന് നിൽക്കും. അങ്ങനെ സംഭവിച്ചാൽ ഒരു ബലൂൺ പൊട്ടുന്നത് പോലെ AI വിപ്ലവം തകർന്നു വീഴും. ഇതുകൂടാതെ സെയിന്റ് ഓഞ്ച് ആഡ് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ ഹോർമൂസ് കടലിടുക്കിലെ ആ ഒരു ഭീതി. ലോകത്തിലെ എണ്ണ വിതരണത്തിൻ്റെ 20% കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്ക് എന്ന ഇടുങ്ങിയ പാതയിലൂടെയാണ്, ഇടുങ്ങിയ ജലപാതയിലൂടെയാണ്. ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് ഇതിന് വെറും 33 കിലോമീറ്റർ മാത്രമാണ് വീതി. ഇറാൻ ഈ വഴി തടഞ്ഞാൽ എണ്ണ വില 2-3 മടങ്ങ് വർദ്ധിക്കും. കപ്പൽ ഗതാഗത ചെലവ് വീണ്ടും അങ്ങോട്ട് ഉയരും. ഏഷ്യയിലും യൂറോപ്പിലും ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാകും. അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ എണ്ണയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് കനത്ത ആഘാതമായിരിക്കും. ഇറാൻ്റെ തന്ത്രത്തിന് മറ്റൊരു സൈക്കോളജിക്കൽ സൈഡ് കൂടിയുണ്ട്. അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യ തങ്ങൾക്ക് സുരക്ഷ നൽകുമെന്നായിരുന്നു പതിറ്റാണ്ടുകളായിട്ട് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു വിശ്വാസം. എന്നാൽ ആധുനിക പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് വില കുറഞ്ഞ ഈ ഡ്രോണുകൾ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ പതിക്കുന്ന സമയത്ത് ആ വിശ്വാസത്തിന് വിള്ളൽ വീഴുന്നുണ്ട് എന്നുള്ളതാണ് പല ന്യൂസ് റിപ്പോർട്ടുകളും തെളിയിക്കുന്നത്. അമേരിക്കയ്ക്ക് ശരിക്കും തങ്ങളെ സംരക്ഷിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം അവർ ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, അവരുടെ ആത്മവിശ്വാസം തകർന്നു കഴിഞ്ഞാൽ സഖ്യങ്ങളും അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഖ്യങ്ങളും തകർന്നു വീഴും. സെയിന്റ് ഓഞ്ച് ഇത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് UAEയിലെ ആഗോള കമ്പനികളുമായി ബന്ധപ്പെട്ട സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം. അതൊരു വലിയ സൂചനയാണ്. ഇന്ത്യ പാക് യുദ്ധത്തിൽ നമ്മൾ കണ്ടതുപോലെയുള്ള, അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിഞ്ഞതുപോലെയുള്ള ഇറാഖിലേക്ക് അമേരിക്ക നടത്തിയ അധിനിവേശത്തിൽ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു പോരാട്ടമല്ല ഇവിടെ നടക്കുന്നത്. ഇറാൻ സൈനികരോടല്ല പോരാടുന്നത്, മറിച്ച് ആഗോളവൽക്കരണത്തിൻ്റെ സിരകളെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഡാറ്റ സെൻറ്ററുകൾ, ഊർജ്ജ സംവിധാനങ്ങൾ, ലോജിസ്റ്റിക് ശൃംഖലകൾ. കാരണം ആധുനിക യുദ്ധം ഭൂമി പിടിച്ചെടുക്കലല്ല, മറിച്ച് വ്യവസ്ഥിതികളെ തകർക്കലാണ്. വെറും മതബുദ്ധികളായിട്ടുള്ള, അതുവഴി മന്ദബുദ്ധികളായി മാറിയിട്ടുള്ള, വെറും മതവറി കൊണ്ട് നടക്കുന്ന അവന്മാരെന്ന് നമ്മൾ പറയുന്ന പ്രാകൃത കൂട്ടത്തിൻ്റെ പ്രവൃത്തികൾ ലോകത്തിൻ്റെ സ്ഥിതിയെ തന്നെ, ലോകത്തിൻ്റെ ആ ഒരു നിലവിലുള്ള വ്യവസ്ഥിതിയെ തന്നെ തകർക്കുന്ന രീതിയിലേക്കായിട്ടുണ്ട്. അവന്മാർക്ക് അങ്ങ് പൊട്ടിച്ചെറി ചത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാജ്യം നശിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾ നശിച്ചു കഴിഞ്ഞാലും എന്തോ പിന്നീട് വലിയ സ്വർഗം കിട്ടുമെന്നുള്ളൊരു ചിന്തയായതുകൊണ്ട് അവർക്ക് അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ടെൻഷനില്ല. ബാക്കിയുള്ള ലോകരാജ്യങ്ങൾക്ക്, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നാളെയെക്കുറിച്ചിട്ടുള്ള ഒരു ആകുലതയുണ്ട്. ആ ഒരു ആകുലതകളുമായി ബന്ധപ്പെട്ട, നാളെയെ ശോഭനമാക്കാൻ വേണ്ടിയുള്ള നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ വ്യവസ്ഥിതി നമുക്കുണ്ട്. അതിനെയൊക്കെയാണ് ഇറാൻ ലക്ഷ്യമാക്കുന്നത്. അവരുടെ നിക്ഷേപം എന്ന് പറയുന്നത് അങ്ങ് മുകളിലാണ്. അപ്പോൾ അവർക്ക് ഈ യുദ്ധം എന്ന് പറയുന്നത് രസമുള്ളൊരു സംഗതിയാണ്. പഴയ യുദ്ധങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ദൈർഘ്യമാണ്. അമേരിക്കയ്ക്ക് താല്പര്യം പെട്ടെന്ന് തീരുന്ന യുദ്ധങ്ങളാണ് ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ. എന്നാൽ ഇറാൻ കളിക്കുന്നത് ക്ഷമയുടെ കളിയാണ്. ഓരോ ഡ്രോൺ അയക്കുമ്പോഴും ഇറാന് ചെറിയ ചിലവേ വരുന്നുള്ളൂ. എന്നാൽ അത് തടയാനായിട്ട് അമേരിക്കയ്ക്ക് വൻതുക ചിലവാകുന്നതിൻ്റെ കണക്ക് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. സമയമെടുക്കും തോറും ഈ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ കാര്യമായിട്ട് തന്നെ തളർത്തും.
ഈ സംഘർഷം കടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ നീങ്ങാനായിട്ട് സാധ്യതയുണ്ട്. ഇറാൻ ഗൾഫിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നു, എണ്ണ കയറ്റുമതി താളം തെറ്റുന്നു, അതുമൂലം ഗൾഫ് രാജ്യങ്ങളുടെ വരുമാനം നിലയ്ക്കുന്നു, അമേരിക്കൻ വിപണിയിലെ ഗൾഫ് നിക്ഷേപം പിൻവലിക്കപ്പെടുന്നു, ടെക് AI കമ്പനികളുടെ മൂല്യമിടിയുന്നു, ഓഹരി വിപണി തകരുന്നു, ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഇങ്ങനെ നീങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പല യുദ്ധങ്ങളും നഗരങ്ങളെയാണ് നശിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ യുദ്ധം നശിപ്പിക്കുന്നത് അതിലും ദുർബലമായിട്ടുള്ള ഒന്നിനെയാണ്, വിശ്വാസം. സാമ്പത്തിക വിപണിയിലെ വിശ്വാസം തകർക്കാം, വിതരണ ശൃംഖലയിലെ വിശ്വാസം തകർക്കപ്പെടാം, സൈനിക സുരക്ഷയിലുള്ള വിശ്വാസം തകർക്കപ്പെടാം. വിശ്വാസം നഷ്ടപ്പെട്ടാൽ വിപണികൾ പരിഭ്രാന്തമാകും. ആ പരിഭ്രാന്തി ഏതൊരു മിസൈലിനേക്കാളും വേഗത്തിൽ പടരുന്നതാണ്. അതൊരു രാജ്യത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കുന്ന സമയത്ത്, ആരെയാണോ ഇവർ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കുന്ന സമയത്ത്, അവരത് എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു രാജ്യം സ്വയം ഇല്ലാതാവുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ സ്റ്റേറ്റിനോട് ഒരു ഡിസ്ട്രസ്റ്റ് ഉണ്ടാവും. പൊതുവെ തീവ്രവാദി പ്രസ്ഥാനങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള തീവ്രവാദ മൈൻഡ്സെറ്റുള്ള രാജ്യങ്ങളും ഒക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ചോട്ടാമുട്ട തീവ്രവാദികളടക്കം അത് ഏത് മത തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകളാണ് എന്നുണ്ടെങ്കിലും ഈ സ്റ്റേറ്റിനെതിരെ ഡിസ്ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. ചരിത്രത്തിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് വളർന്ന രാജ്യമാണ് അമേരിക്ക. പക്ഷേ ഇന്ന് ആ സൈനിക ശക്തിയെ വെല്ലുവിളിക്കുന്നത് അത്യാധുനിക മിസൈലുകളൊന്നും വെച്ചിട്ടല്ല, മറിച്ച് ഇറാനൊക്കെ ചെറിയ വില കുറഞ്ഞ ഡ്രോണൊക്കെ വെച്ചിട്ടാണ്. ചിലപ്പോൾ ഇനിയുള്ള ചരിത്രമൊക്കെ ഇങ്ങനെ മാറ്റി എഴുതപ്പെടുന്നത് വലിയ യുദ്ധങ്ങൾ വഴിയായിരിക്കില്ല, വലിയ പോരാട്ടങ്ങൾ വഴിയൊന്നും ആയിരിക്കില്ല. ഇത്തരത്തിലുള്ള ചെറിയ 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 കണക്കുകളൊക്കെ വെച്ചിട്ടാണ്, ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള കണക്കിലെ ചില വലിയ പ്രതിരോധങ്ങൾ. $50,000 വേഴ്സസ് $20 ലക്ഷം. ഈ ഒരു ചെറിയ വ്യത്യാസം ഒരുപക്ഷെ ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഈ ഒരു ലോകക്രമം മാറ്റിമറിക്കുക എന്നുള്ള ആ ഒരു കാര്യം ചെയ്താൽ തന്നെ ഇറാനിലുള്ള തീവ്രവാദ മൈൻഡ്സെറ്റുള്ള ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒരു ജിഹാദിക്ക്, ഒരു മത തീവ്രവാദിക്ക് ഇതിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ കിട്ടാനാണ്? അവനെ സംബന്ധിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും, ലോകത്തുള്ള ബാക്കിയുള്ള എല്ലാ ആളുകളും സ്വൈര്യമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് അവനെ സംബന്ധിച്ച് സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത്. അവൻ നിലവിലുള്ള അവസ്ഥയിൽ, അവനെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് നിലവിലുള്ള അവസ്ഥയിൽ അവൻ സന്തോഷിക്കുക എന്നുള്ള രീതിയിലല്ല. അവന് പിന്നീട് കുറച്ച് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓഫേഴ്സിന് വേണ്ടി അവൻ ഇവിടെ ഉള്ളതെല്ലാം നശിപ്പിച്ചിട്ട് എനിക്ക് ശേഷം പ്രളയം, ഞാൻ അങ്ങടേക്ക് പോകുന്നു എന്നുള്ള മൈൻഡ് സെറ്റിലാണ് പോകുന്നത്. ഇറാൻ്റെ പ്രതിരോധം, ഇറാൻ്റെ ആക്രമണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഈ മതാന്ധത വന്നിട്ട് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരിൽപ്പെട്ടവരാണെന്നും അല്ലെങ്കിൽ അവരുടെ പുസ്തകം തന്നെ വായിക്കുന്ന ആളുകളാണെന്നും ഒന്നും ചിന്തിക്കത്തില്ല. 4 പാടും കയ്യിലുള്ളതെല്ലാം എടുത്ത് പ്രയോഗിക്കും. മൊത്തത്തിൽ സമാധാനം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചങ്ങായിയെ കുടുംബം അടക്കം തീർത്ത് കളഞ്ഞിട്ടുണ്ട്, ആയത്തുള്ള ഖൊമേനി. അപ്പോൾ ഖൊമേനിയുടെ മരണം ആഘോഷിക്കുന്ന ഇറാനികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ വേറൊരു രീതിയിലുള്ള റീഡിങ്ങും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഈ ഒരു മൂവിന് വേണ്ടി, ഈ അമേരിക്കയുടെ ഒരു ഇടപെടലിന് വേണ്ടി കഴിഞ്ഞ 20 വർഷമായിട്ട് ഇറാനികൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് അവർക്കൊരു സ്വൈര്യജീവിതം ഉണ്ടാക്കി കൊടുക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അവരുറ്റു നോക്കുന്നു. എന്നാൽ ഇവരുടെ ഈ ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത് കുറച്ചങ്ങോട്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്നുള്ളത് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. മൊത്തത്തിൽ ഒരു അനിശ്ചിതത്വത്തിൽ കൂടെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ചോട്ടാമൂട്ട നാട്ടിലെ തീവ്രവാദ പരിപാടികൾ അതിൻ്റെ ഒരു സൈഡിൽ തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആരിഫിന് വന്ന ഭീഷണി നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആ ഒരു തീവ്രവാദി മറ്റൊരു മെയിലിൽ നിന്നിട്ട് എന്നെപ്പോലുള്ള കുറച്ച് ജേർണലിസ്റ്റുകൾക്കൊക്കെ മെയിൽ അയക്കുകയുണ്ടായി. അത് വേറെന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒന്നും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. ഇതിനെക്കുറിച്ചിട്ടൊക്കെ പോലീസ് തന്നെ അന്വേഷിക്കട്ടെ. എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയുള്ള മെയിലുകളൊക്കെ അയക്കുന്നതും ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതായാലും അതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ക്ലിയർ ആകും എന്ന് വിചാരിക്കുകയാണ്. നന്ദി.